ഡൊമിനിക്കിനെ കുറിച്ചാണെങ്കിൽ വളരെ വളരെ തല്ലിപ്പൊളി പടം. ഒരു ഏവറേജ് പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു മൂവി എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വന്നത് മമ്മൂട്ടി കമ്പനി ഒന്ന്, കാരണം ഇതുവരെ എടുത്ത പടമൊന്നും പൊട്ടിയിട്ടില്ല. പക്ഷേ ഈ പടം മമ്മൂട്ടി കമ്പനിയുടെ കയ്യിൽ നിന്ന് പോയി. അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊടുത്തു. രണ്ടിലും എല്ലാം കൊണ്ട് പോയി പടം വളരെ. കാരണം എന്ന് പറഞ്ഞാൽ പടം മെയിനായിട്ട് ലാഗ് കൊണ്ടുപോയി അവസാനത്തിലേക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു 20 മിനിറ്റെങ്കിലും പടം നന്നാവുമെന്ന് വിചാരിച്ചു. ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, ഒരു എന്താ പറയുക, ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണത്. കാരണം ഡിറ്റക്റ്റീവിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്റ്റോറി പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ അതിനൊന്നും 7 അകലത്ത് പടം എത്തിയിട്ടില്ല. നമ്മൾ വിചാരിച്ച പ്രതീക്ഷയുടെ അത്ര പോലും പടം എത്തിയിട്ടില്ല. അത്രക്കും വളരെ സ്പോയിലറാണ് പടം. ഒരു കണ്ടിരിക്കാൻ കൊള്ളില്ല, ലാഗാണ്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മമ്മൂട്ടീനെ കുറിച്ച് നമുക്ക് പറയാമല്ലോ. പെർഫോമൻസ് മമ്മൂട്ടി ആയാലും ലാലേട്ടനായാലും അവരൊക്കെ ആക്ടിങ് ഓൾറെഡി നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പെർഫോമൻസിനല്ല സ്ഥാനം, ഇവിടെ പടത്തിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ അതിനല്ലേ സ്ഥാനം. ആ പടത്തിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ ഒന്നുകൊണ്ടും ഗോകുൽ സുരേഷ് ഒന്നും കുഴപ്പമില്ല. അവരൊക്കെ അവരുടെ അഭിനയം ആ ലെവലിൽ പോകും. പക്ഷേ പടത്തിന് സ്റ്റോറി ഇല്ലെങ്കിൽ പോയില്ലേ, അത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പടം വളരെ ലാഗാണ്. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ തല്ലിപ്പൊളി പടം എന്ന് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. അത്രയും പോയില്ല. ശരി.